വിലക്കയറ്റത്തെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഒരുപക്ഷെ പറഞ്ഞു വരുമ്പോൾ പഞ്ചസാരയുടെ വില ഇന്നത്തെ 63 രൂപയായെന്ന് തോന്നുന്നു. അതിന് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്തായാലും രജിൻ പറഞ്ഞില്ല. പഞ്ചസാരയുടെ വില നമ്മൾ പരാമർശിച്ചില്ല. അരിയുടെ വില കൂടിയതിൻ്റെ കാരണത്തെക്കുറിച്ചും അവർ വേറെ ചില ന്യായങ്ങൾ നിരത്തും. പക്ഷെ എന്നാൽ പോലും എങ്ങനെയാണ് ഒരു സർക്കാർ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ശ്രമങ്ങൾ നടത്തേണ്ടത്? അവിടെ എങ്ങനെയാണ് വി ഡി സതീശൻ സർക്കാർ പരാജയപ്പെടുന്നത്? കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. സിജു, ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഓണക്കാലങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓണക്കാലങ്ങളിലെല്ലാം ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ളൊരു വിലക്കയറ്റം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ സിജു എന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചസാരയുടെ വില 62 രൂപയ്ക്ക് മുകളിലാണ്. അതുപോലെ അരിയുടെ വില 58, 55, 58 ആ റേഞ്ചിലേക്ക് വന്നു. മുളകിൻ്റെ വില, അതുപോലെ മറ്റ് എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയും പൊതുവിപണിയിലെ വില എന്ന് പറയുന്നത് ദുസ്സഹമായൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതുപോലെ പച്ചക്കറി ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെയും വിലയിൽ ഈ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഓണക്കാലത്ത് കാണാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ളൊരു വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റത്തിൻ്റെ ഇപ്പോൾ പഞ്ചസാരയുടെയും അരിയുടെയൊക്കെ വിലക്കയറ്റത്തിൻ്റെ പിന്നിൽ വേറെ ചില കാരണങ്ങളുണ്ട്. കരിമ്പ് അടക്കമുള്ള സാധനങ്ങൾ എത്തനോൾ ഉൽപ്പാദനത്തിലേക്ക് കൂടുതൽ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അരിയും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അവിടെ ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്തെ വിപണി ഇടപെടലിൻ്റെ കാര്യത്തിൽ തികഞ്ഞ ഒരു പരാജയം ആയിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സപ്ലൈകോ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടെങ്കിലും ആ സപ്ലൈകോയ്ക്ക് അകത്ത് കുറച്ചുകൂടി സാധനങ്ങൾ കൊണ്ടുവന്ന് വിലക്കുറവിൽ ആകർഷകമായി കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടെങ്കിലും ഈ സപ്ലൈകോയുടെ ഈ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് മിക്കവാറും പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുള്ളവയാണ്, നഗര കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ അത്തരത്തിൽ ഉള്ള സപ്ലൈകോയുടെ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് റീച്ച് ചെയ്യുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് ബദലായിട്ട് ഓരോ ഗ്രാമീണ മേഖലകളിലും ചെറിയ ചെറിയ പഞ്ചായത്തുകളിലും വാർഡുകളിലടക്കം സഹകരണ ഓണച്ചന്തകൾ തുറക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ തുറക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതുപോലെ മറ്റു പല സംവിധാനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സഹകരണ മേഖലയുമായി സഹകരിച്ചുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങൾ പ്രത്യേകമായി തന്നെ ഓണച്ചന്തകൾ നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതൊന്നും ഈ തവണ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വശത്ത് നഗര കേന്ദ്രീകൃതമായി പട്ടണ കേന്ദ്രീകൃതമായി സിവിൽ സപ്ലൈസിൻ്റെ സപ്ലൈകോ സ്ഥാപനങ്ങളിൽ അതുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അത് വാങ്ങുന്നതിനുള്ളൊരു ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നൊരു സംവിധാനമില്ല. അതിന് പരിഹാരമായിട്ടാണ് താഴെത്തട്ടിലേക്ക് സഹകരണ ഓണച്ചന്തകൾ എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിച്ചെന്നിരുന്നത്. മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നൊരു കാര്യമാണ്, അതിപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചസാരയുടെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ ഓണക്കാലത്തെങ്കിലും 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ പഞ്ചസാര റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന സ്ഥിതിവിശേഷം സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുക, ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി പ്രത്യേകമായി ഒരു സാധനവും അവിടെ അരിയും ഗോതമ്പ് പൊടിയും കൊടുക്കുന്നുണ്ടെങ്കിൽ സാധാരണ കൊടുക്കാറുള്ള സാധനങ്ങൾ ഒഴികെ പ്രത്യേകമായി ഓണക്കാലത്തേക്ക് ഒരു കാര്യം പോലും അവിടെ കൊടുക്കുന്നില്ല. പിന്നെ കിറ്റുകളുടെ കാര്യം നമ്മൾ പരിമിതപ്പെടുത്തിയത് നമുക്കറിയാം. വളരെ കുറഞ്ഞ അളവിലുള്ള കിറ്റുകൾ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതും പല കേന്ദ്രങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ള പരാതികളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ദുർബലമായിട്ടുള്ളൊരു വിപണി ഇടപെടൽ സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, സവിശേഷമായൊരു പ്രത്യേകത എന്താണ്? നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് പുറമെ നിന്ന് സാധനങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള വിപണി ഇടപെടൽ ഉണ്ടാവണം. സിജു, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ UDF ഗവൺമെൻറ്റിന് അധികാരത്തിൽ വരുന്നതിന് ഏറ്റവും സഹായകരമായ നിലപാടിലേക്ക് പോയൊരു വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ വ്യാപാരി സമൂഹമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ടാണ് വ്യാപാരി സമൂഹം പ്രത്യേകിച്ച് സർക്കാരുകളെ ഇടതുപക്ഷത്തെ എതിർക്കുന്നത്? പൊതുവായി നോക്കുമ്പോൾ വ്യാപാരി സമൂഹം വലതുപക്ഷ സമീപനത്തോടുകൂടി UDFനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്താണ്? അവർക്ക് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനും ചൂഷണം ചെയ്യുന്നതിനുള്ള തുറന്നൊരവസരം UDF സർക്കാർ ഒരുക്കി കൊടുക്കും. അതെല്ലാ കാലത്തും UDF ഭരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു വസ്തുതയാണ്. ഒരു കാര്യത്തിലും ഒരു വിപണി ഇടപെടൽ നടത്തില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ അവിടെ അല്ലറ ചില്ലറ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നല്ലാൽ കഴിഞ്ഞാൽ
ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഓപ്പൺ മാർക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നൊരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എക്കാലത്തെയും UDF ഗവൺമെൻറ്റുകളുടെ സമീപം. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ല പറയണത്, എക്കാലത്തും UDF ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനം വ്യാപാരികൾക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് ചൂഷണം ചെയ്യാൻ തക്ക വിധത്തിൽ വിപണിയെ തുറന്നു കൊടുക്കുന്നൊരു സമീപനം. അത് പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ആരോഗ്യ മേഖല തകർത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ പൊതു ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോയിരിക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ്, അതുകൊണ്ടാണ് ആ ഒരു സമൂഹം UDFനെ എക്കാലവും UDFൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജനസമൂഹത്തെ ചൂഷണം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും UDF സർക്കാരുകൾ വരുമ്പോഴാണ് വ്യാപാരികൾക്ക് തുറന്നു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നില്ല, വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് മാർക്കറ്റിൽ ഇടപെടുന്നില്ല, കടകളിൽ ഉയർന്ന വിലയാണോ അന്യായമായി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വ്യാപാര രംഗത്തും അതുപോലെ തന്നെ പൊതുജീവിതത്തിലും ഒക്കെ നിലനിൽക്കുന്ന രാജ്യത്ത് ആകമാനം നിൽക്കുന്ന വിലക്കയറ്റത്തിൻ്റെ പശ്ചാത്തലവും കൂടി കണക്കിലെടുക്കുമ്പോൾ വ്യാപാരികൾ സ്വമേധയാ തന്നെ വില കൂട്ടി അന്യായമായ വിലയ്ക്ക് പല സാധനങ്ങളും വിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന പല പ്രോഡക്റ്റുകളും അതിൻ്റെ ഉൽപ്പാദന വിലയേക്കാളും വളരെ ഉയർന്ന നിരക്കിൽ വിൽക്കുന്ന സംഭവങ്ങൾ എനിക്കറിയാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഇടപെടലും ഏത് വിലക്കാണ് വിൽക്കുന്നത്, അന്യായമായ ലാഭം എടുക്കുന്നുണ്ടോ, ചൂഷണം നടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകളോ ഇടപെടലുകളോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന ദൗർഭാഗ്യകരമായ നില ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അതിന്റെ പ്രശ്നമാണ് ഈ രൂക്ഷമായ വിലക്കയറ്റത്തിൽ. സമീപകാലത്ത് ഒന്നും കേരളം ഈ ഇത്തരത്തിൽ രൂക്ഷമായ ഒരു വിലക്കയറ്റം കണ്ടിട്ടില്ല. അല്ല, താങ്കൾ പറഞ്ഞ ഒരുപക്ഷെ നേരത്തെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത് ആരുടെ വർഗ്ഗ താല്പര്യമാണ് VD സതീശൻ സർക്കാർ സംരക്ഷിക്കുന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം അതുമായി ചേർത്ത് തന്നെയാണ് താങ്കൾ പറയുകയും ചെയ്തത്.